നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ, കുറച്ചുകൂടെ അപ്പുറത്ത് പോയാൽ തിരുവനന്തപുരം അല്ല, രണ്ടാമത്തെ ജില്ല, കുറച്ചുകൂടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കൊല്ലം ജില്ല. ഇത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ പാരിപ്പള്ളിക്ക് അടുത്ത്, വർക്കല ശിവഗിരിക്ക് അടുത്ത് ഇലഗമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു പറമ്പാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ പറമ്പ് വൃത്തിയാക്കണം. എല്ലാ മൂന്നാഴ്ച കൊണ്ടുമ്പോൾ ഇങ്ങനെ പറമ്പ് വൃത്തിയാക്കണം. അറിയാമല്ലോ, നമുക്കിപ്പോൾ പറമ്പ് എത്രയൊക്കെ വൃത്തിയാക്കിയാലും മഴ ഇങ്ങനെ വിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ചപ്പ് പിടിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ അവർ നോക്കുമ്പോൾ കിണറ്റിനകത്ത് ഒരാൾ അങ്ങനെ നീന്തി തുടിക്കുന്നു എന്ന് പറയുന്നത് രാവിലെ വിളിക്കുകയുണ്ടായി. എന്നാൽ നമ്മൾ അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് യാത്ര നമ്മൾ ഈ സ്ഥലത്തെത്തി. അപ്പോൾ പണിക്കാരുണ്ട്, നാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. കിണറ്റകത്തൊരു വലിയ മൊട്ടക്കാട്ടൻ, അവർ പറഞ്ഞത് 10 അടി നീളമുള്ള വലിയ മൂർക്കൻ എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാം അവിടെ കാത്തു നിൽക്കണം. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. അതിനുശേഷം കിണർ ഏതാണെന്ന് നോക്കാം. എന്നിട്ട് അതിഥി ആരാണെന്ന് പോകാം. നമ്മുടെ അതിഥിയെ കണ്ട കിണറ്റിനടുത്ത്. എന്താ മോളിൻ്റെ പേര്? ലൈന. മോളെത്രല്ല പഠിക്കണേ? MBA ഞാൻ വിചാരിച്ചൊരു 6-നപ്പുറം ഞാൻ പോയില്ല, അതിനപ്പുറം ഒരു 7 വരെ പോയി. സന്തോഷം മക്കളെ. എവിടെയാണ് ചെയ്യണം മോള് MBA? ചാവറോഡ്. ഇതിനകത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ. അയ്യോ, ഇത് പറഞ്ഞത് മൊട്ടക്കാട്ടം തന്നെ, പക്ഷെ പാമ്പല്ല. കിണർ 1.5 കിണറായിപ്പോയി കേട്ടോ. സൂപ്പർ കിണറാ, അടിപൊളി. ഒന്നും കാണുന്നില്ല കേട്ടോ. അത് എന്തായാലും എനിക്ക് തോന്നുന്നത് ഒന്നും തുടിച്ച് വരുന്നുണ്ട്, പക്ഷേ സൈസ് കണ്ടിട്ട് ചേരായിട്ടൊന്നുമല്ല, മൂർക്കൻ്റെ പോലെയാണ് തോന്നുന്നത്. പക്ഷേ വീണിട്ട് ഇന്നൊന്നും വീണതല്ല. കുറച്ച് ദിവസമായി. എത്ര ദിവസമായി നമ്മളിവിടെ നിത്യേന ആൾ വരുന്നുണ്ടോ? അല്ല, നിത്യേന ആൾ വരുന്നുണ്ടോ പറമ്പിൽ? നമ്മുടെ പറമ്പിൽ 3 ദിവസമല്ലേ വരുന്നുള്ളൂ അല്ലേ? ഓ, അപ്പം നമുക്ക് എന്തായാലും ഈ വലയൊന്ന് ആദ്യം മാറ്റാം. അപ്പോൾ കിണറ്റിൻ്റെ ചുറ്റിനും ഒരാളോ 2 പേരെ ഞാൻ ഇറങ്ങുമ്പോൾ നിൽക്കാവൂ, ബാക്കിയുള്ളവർ നിൽക്കരുത്. കാരണം അങ്ങനെയാണ്, വെള്ളം കോരിയെടുക്കാത്തതുകൊണ്ട് ഓക്സിജനും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും കയറുത് മതി ഉപയോഗിക്കട്ടെ. മറ്റേ കയറോടെ ഇങ്ങോട്ട്. ഓ, തന്നേരെ. ഫുള്ളാണോ അത്? ചെയ്യാൻ പോണത് ഈ കയറ് രണ്ടാമത് ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ കുപ്പിയും സഞ്ചിയൊക്കെ ഇറക്കുന്ന പാടാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുമിച്ച് ആദ്യമേ അങ്ങ് ഇറക്കിയിട്ടേക്കാം. അപ്പോൾ കയർ പിന്നെ തിരിച്ച് വലിക്കണ്ടല്ലോ. കുപ്പീനകത്തിട്ട് ചേട്ടാ ഇട്ട് നമുക്ക് തന്നെ തുറക്കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടാ എൻ്റെ കൂടെ ഇറങ്ങിയൊന്ന് കുപ്പിയിൽ പാമ്പിനെ പിടിച്ച് കയറ്റുമെന്നാണ് തോന്നാനായിട്ട്. അപ്പം നമ്മൾ സമയം കളയുന്നില്ല. വരുന്നെല്ലാം ഈ രണ്ടാമത് ചെയ്യുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിണറ്റിലിറങ്ങിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. കിണറ്റിറങ്ങി ശ്വാസം കിട്ടാതെ വന്ന സമയത്ത് ഫയർഫോഴ്സ് നിന്ന് എടുത്ത ദിവസം വർക്കല തന്നെ ഉണ്ടായിട്ടുണ്ട്, വെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഭയങ്കര ഒന്നും അല്ല, കിണറായിരുന്നു. എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് നമ്മുടെ ആശാനെ കാണാം. താഴെ പോകാൻ പറ്റില്ല അല്ലേ? താഴെ ഇറങ്ങി പോകാൻ പറ്റൂലല്ലേ? താഴെ തൊടിയില്ല. ഏറ്റവും താഴെ തൊടിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഇദ്ദേഹത്തിന് ചവിട്ടി എടുക്കുക റിസ്ക്കാണ്. അപ്പം നമുക്കെന്തായാലും ഇതിനകത്ത് ഇറങ്ങിയിട്ട് താഴോട്ട് ചവിട്ട് തൊടിയില്ല. പാമ്പ് കിടക്കുന്നതിൻ്റെ മേളിലോട്ട് നിന്ന് നമുക്കിതിനെ എടുക്കാനും പറ്റുന്നില്ല, അത്ര ഇടിഞ്ഞ് കിടക്കുന്ന സ്ഥലം. അപ്പോൾ അതിൽ ടോർച്ച് കൊണ്ടൊന്ന് അടിച്ച് നോക്കിയാൽ എന്താണ്
സംവിധാനം എന്ന് അറിയാൻ പറ്റുന്നുള്ളൂ. അത് മാത്രമല്ല അതിനകത്ത് കിടന്നാണെങ്കിലും ഇപ്പോൾ കാണുന്നില്ല. സൈഡിലെവിടെയോ ഹോളുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് എവിടെയോ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളം കുറച്ചേ ഉള്ളൂ, പക്ഷേ വെള്ളത്തിൻ്റെ സൈഡിൽ എന്താ പറയുക ഹോളുണ്ട്. അതിനകത്ത് എവിടെയോ കയറി കേട്ടോ ആശാൻ. അപ്പോൾ നമുക്കെന്തായാലും മേപ്പോട്ട് കയറണം. കയറിയിട്ട് മറ്റെന്തെങ്കിലും വഴി നോക്കണം. താപ്പോട്ട് ഇറങ്ങി നമുക്ക് പോകാനായിട്ട് തൊടി എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതിനകത്ത് നല്ല ഹോളാണ്. ഇത് വീണിട്ട് ഏകദേശം ഒരു 1-2 മാസം 1.5 മാസത്തിൽ കൂടുതലായി കാണും. കാരണം അതിനകത്ത് എൻ്റെ പടം താഴത്തെ തൊടികളിലൊക്കെ പടം ചട്ട പൊഴിച്ച് വെച്ചിട്ടുണ്ട്. താഴെ വെള്ളത്തിൻ്റെ തൊട്ട് മേളിൽ നല്ല ഹോളാണ്. അപ്പോൾ അതിനകത്ത് എവിടെയോ കയറി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഒന്നിൽ ഇറങ്ങി വരുന്നതിൻ്റെ വരുന്നതിൻ്റെ വെയിറ്റ് താഴെ പോയി എടുക്കാൻ പാടാണ്. താഴെ ഒന്നും ചവിട്ടുകളില്ല. ചവിട്ടി നമുക്കിനി പിടിക്കാൻ പറ്റില്ല. പിന്നെ വല കെട്ടി ഇറക്കുക എന്നുള്ളൊരു സംരംഭമുണ്ട്. അതിലുപരി അത് ചിലപ്പം വൈകിട്ടൊക്കെ ആവും ഇറങ്ങി വരുമ്പോൾ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തങ്ങനെ കിണറുണ്ടെങ്കിൽ അവിടെ കുറച്ച് വെള്ളം ആ ഹോളിൻ്റെ മേളൊരു വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി. അത് മാത്രം കൊണ്ടേ വിജയിക്കത്തുള്ളൂ. ഇനി ഇത് കിടന്നാൽ ചത്തുവും. കാരണം നല്ല ടയേർഡാണ്. ഫുഡ് കിട്ടാതെ നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സംരംഭം അവരോട് ആലോചിക്കാം. ഇവിടെ ഒരു ഹോളുണ്ട് താഴെ. അതിനകത്തായിരിക്കും പുള്ളിക്കാരൻ വെള്ളത്തിൽ തുടിഞ്ഞിട്ട് പെട്ടെന്ന് ആ പൈപ്പിനോട് വിട്ട് പിന്നെ കാണാനില്ല ഇറങ്ങി തിന്നപ്പോൾ. അപ്പോൾ അതിനകത്ത് കയറി. പക്ഷേ അകലം വെള്ളം അറിയാമല്ലോ, നമ്മൾ വെള്ളം ഒഴിച്ച് ഒരുപാട് കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോഗ്രാമിലാണ് ഈ കിണറ്റിനകത്ത് മാളത്തിരിക്കുന്ന പാമ്പിനെ വെള്ളം ഒഴിച്ചെടുക്കുന്ന ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നാട്ടിൽ മൊത്തം എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ വല പതുക്കെ കെട്ടിയത്. അപ്പോൾ നമ്മളെ കുപ്പിയൊക്കെ ഈ മേലോട്ട്, കാരണം ഇവരുടെ പ്രാക്കാണ്. ഞാൻ കുപ്പിയിലാക്കിക്കൊണ്ട് താട്ടിട്ട് വരണമെങ്കിലോ എന്ന് വിചാരിച്ച് ഈ നിൽക്കുന്ന ചേച്ചി വരണ പാമ്പിനെ കാണൂലേ എന്ന് വിചാരിച്ചിട്ടാണ് അത് മാളത്തിൽ കയറി. നമ്മൾ താഴെ പോയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ സൈഡിലേതോ മാളത്തിൽ കയറി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇവർ ടാങ്കിലോട്ട് അടിച്ച വെള്ളം ഒരു 1000 ലിറ്റർ വെള്ളം വെള്ളത്തിനായി കിടപ്പുണ്ടെന്ന് പറഞ്ഞ് മറ്റ് വണ്ടിയിൽ വെള്ളം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ചെറിയ പൈപ്പ് വെച്ച് നമുക്ക് ഇതിലോട്ട് നിറയ്ക്കാം. അപ്പോൾ ഈ വെള്ളം അടിച്ച് ആ ചെല്ലുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ അപ്പോൾ നമുക്ക് വലയിട്ട് മേളിൽ നിന്ന് വലയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വെള്ളം തുറന്നിടാൻ പോവാണ്. കെട്ടി വള്ളി കെട്ടിയായിരുന്നോ? ഞാൻ കെട്ടോ, വള്ളി കെട്ടിയോ? ഞാൻ കെട്ടാം. ഇങ്ങനെ കെട്ടി ഇരിക്കില്ല. എന്തൊരു കെട്ട് പഠിച്ചില്ലേ ഇതുവരെ? ശരി. നമ്മൾ വേറെ വെള്ളം പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളമൊന്നും ആവില്ല. തൽക്കാലം അവർ വരുന്നത് വരെ നമുക്കൊരു ശ്രമം ഉണ്ട്. ഇത് ഇത്രയും ഫോഴ്സ് വെച്ച് നമ്മൾ വെള്ളം നിറയ്ക്കാൻ ശ്രമിച്ചാൽ നാളെ രാവിലെ ആവും പാമ്പിറങ്ങി വരുമ്പോൾ. ഇന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളം ഇത് ചെറിയ ഓസ്. അപ്പോൾ നമ്മൾ കാണുന്നില്ല. വെള്ളം ഇവർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. ആരെയും കിട്ടിയിട്ടില്ല. ഇപ്പം മഴ തുടങ്ങിയപ്പോൾ എല്ലാ വെള്ളം കൊണ്ടുവന്ന വണ്ടിക്കാരും വണ്ടിയൊക്കെ ടാങ്കൊക്കെ ഇറക്കി വെച്ചിട്ട് അവരിപ്പോൾ ഇട്ടിയും കല്ലുമൊക്കെ അടിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കും. 6-7 പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വല ഒന്ന് കെട്ടിയിടാം. വല ഒന്ന് കെട്ടിയിട്ടേക്കാം. അത് ഇറങ്ങി വലയൊക്കെ ഒരുങ്ങി നോക്കാം. നമ്മളതിന് വല കെട്ടിയിട്ടു. ഇനി അത് അഥവാ വെള്ളം വരുന്നതിന് മുന്നേ ഇറങ്ങുകയാണെങ്കിൽ ഇവർ മിക്കവാറും നമ്മളെ നോട്ടിച്ചിട്ട് അടിക്കും. കാരണം എന്ന് വെച്ചാൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ ആ ഓസൊക്കെ എടുക്കാൻ പോയിരിക്കുകയാണ്. സാധ്യതയില്ല. നല്ല ഹോളുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് ഒരു 2 അടിയെങ്കിലും വെള്ളം പൊങ്ങിയാലേ അദ്ദേഹം ചാടുള്ളൂ. ഇറങ്ങിയാൽ വലയൊക്കെ വരും. അത് യാതൊരു സംശയമില്ല. അത് തീരെ വയ്യ. മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഒരു മൂവ്മെൻറ്റ്സ് ഇല്ല. അപ്പോൾ അതിന് മിക്കവാറും ഇറങ്ങിയാൽ വലയിലൊന്നും കുരുങ്ങും. അപ്പോൾ നമുക്കെന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം.
രാവിലെ ഇന്ന് നോക്കണം, ഇന്ന് ഒരു നാളില്ലാത്ത കോൾ. കഴക്കൂട്ടത്ത്, തിരുമല, വട്ടിയൂർക്കാവ് ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. ഇന്ന് ഉള്ള ഇവിടുന്ന് പകുതി 2-3 സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ അങ്ങാത്ത് കയറി. വെള്ളത്തിൽ നിഴൽ കിട്ടും. നമ്മൾ അനക്കത്തിൻ്റെ നിഴലേ വെള്ളത്തിൽ കിട്ടും. അപ്പം സൈഡിൽ എവിടെയോ ഈ സൈഡിൽ എവിടെയാണ് ഒരു മാളത്തിലേക്ക് താഴെ തന്നെ കയറി, മേളിലോട്ടൊന്നും കയറിയില്ല. ആ വെള്ളത്തിൻ്റെ ആ മട്ടത്തിൽ തന്നെ ഹോളുണ്ട്. വെള്ളത്തിൻ്റെ ലേശം പൊക്കത്തിൽ ഒരു ഹോളല്ല, ഒരു 3-4 ഹോളുണ്ട്. അപ്പോൾ ഒന്നി കയറി കഴിഞ്ഞാൽ അപ്പുറത്തിറങ്ങാൻ പറ്റും. എല്ലാം കണക്ഷനാണ്. മേളിലോട്ടില്ല, ആ വെള്ളത്തിൻ്റെ മേളിൽ തന്നെ, വെള്ളത്തിൻ്റെ തൊട്ട് മേളിൽ. നമ്മൾ മിണ്ടാതെ അനക്കമെല്ലാം നിന്നപ്പോൾ നമ്മുടെ ഈ പൈപ്പിൻ്റെ സൈഡിലൊരു ഹോളിൽ നിന്ന് തല പുറത്തേക്ക് കുറച്ച് പേരും തല ഇട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരാൾ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ അങ്ങ് നമ്മൾ മേളിലുണ്ടല്ലോ, പെട്ടെന്ന് 4 ചുറ്റും ആൾ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് വീണ്ടും അകത്തേക്ക് കയറി. അപ്പോൾ നമ്മൾ അനങ്ങാതെ നിന്ന് കണ്ടു. അപ്പോൾ ഈ ഓസിൻ്റെ നേരെ താഴത്തൊരു ഹോളിൽ ഏകദേശം എനിക്ക് ഒരടിയോളം നീളത്തിൽ തല പുറത്തേക്ക് ഇട്ടതാണ്. ആ സൂര്യപ്രകാശം നിൽക്കുമ്പോൾ ഇവർ നേട് കിട്ടും. അപ്പോൾ ടപ്പനം കയറി. അപ്പോൾ എന്തായാലും ഓസ് കൊണ്ടെത്തി, നമുക്ക് എന്തായാലും വെള്ളം ഒഴിക്കാൻ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഒരു 50 മീറ്റർ അപ്പുറത്താണ് വെള്ളം കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ തലയിട്ട് പിന്നെ ഒരു അനക്കമില്ല. ഇനിയിപ്പോൾ വെള്ളം ഓൺ ചെയ്ത് കുറച്ച് പൊങ്ങുമ്പം ചാടും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ഈ മേളറ്റം നമ്മൾ ഇടിഞ്ഞു കിടക്കുന്നതിന് അതൊരു വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് വെള്ളം പറ്റിയത്. ഇട്ടോളാൻ പറയും. നമ്മൾ കുറേ വെള്ളം ഏകദേശം എനിക്കൊന്നൊരു 2 വീട്ടിൽ നിന്ന് ഒരു 500 ലിറ്റർ വെള്ളം അടിച്ചിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടും നമ്മൾ നിർത്തി, എന്ന് വെച്ചാൽ ഇറങ്ങി വന്നാൽ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇടയ്ക്ക് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം അടിച്ച സമയത്ത് മാളത്തിൽ തലയിട്ടായിരുന്നു. പിന്നെ ഒരനക്കമില്ല. എനിക്ക് അവിടെ നിന്ന് മാറി വേറെ ഏതെങ്കിലും മാളത്തിൽ കുറച്ചൊരു ഹൈറ്റുള്ള മാളത്തിലേക്ക് ആയിരിക്കണം. അതെല്ലാം ഒരു കണക്ഷനായിരിക്കും. ഇപ്പോൾ ഒരു മാളം എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ അടുത്തല്ല, നമ്മളറിയാം. നമ്മൾ കിണറ്റിനകത്ത് ഒരു സ്ഥലത്ത് തട്ടത്ത് മതി, ആ ഭാഗത്ത് നമ്മൾ കിണറ്റിൽ വെള്ളം അടിച്ച് വരുന്നുണ്ട്. പാവപ്പെട്ട കുറേ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ആദ്യം ഒരു 2000 കൊണ്ടുവന്നു, പിന്നെ 2000 കൊണ്ടുവന്നു. അത് ഭയങ്കര മാളമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം പിന്നെ നമ്മൾ എന്ത് പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് പ്രതീക്ഷ ഉണ്ട്. അത് നോക്കിയപ്പോൾ താഴെ വെള്ളത്തിൻ്റെ ഒരു 6 ഇഞ്ച് മേളിലാണ് ഹോളുള്ളത്. പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ 10 അടി മേളിലുള്ളൂ. അങ്ങോട്ടൊന്നും ഒരു വരാനായിട്ട് ഒരു സാധ്യതയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ കണ്ടു, ഇറങ്ങിയപ്പോഴും കണ്ടു, ഇപ്പോഴും കണ്ടു. അടിപൊളി ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടാ ഈ ചേട്ടാ ഈ ഓസ് മാറ്റിക്കുക, പതുക്കെ മാറ്റി വെള്ളം മാറ്റി പോട്ട് കരയി വിടാൻ പോട്ട് ആള് കവറിലേക്ക് മാറി എല്ലാവരും ഒരാളുണ്ട്. ഈ വലയുടെ അടുത്ത് ഇതാ പോണു. വേണ്ട വലയിൽ കയറുന്നില്ല. വലയിൽ കൂടെ ചുറ്റി അപ്പുറത്ത് വലയുടെ അടുത്താണ്ട വെള്ളത്തിൽ കിടപ്പുണ്ട്. കറങ്ങി വരുന്നതേ ഉള്ളൂ. മണിക്കുട്ടാ വാ, എങ്ങനെ വാടാ, ഞാനാണ് വിളിക്കണ, വാ മുതലാളി വീട്ടിൻ്റെ. നമ്മളെന്തായാലും കണ്ടു, അത് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഒരു റൗണ്ട് അടിച്ചിട്ട് നേരെ ആ മാളത്ത് തന്നെ തിരിച്ചെങ്കിലും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കാം. ചേട്ടാ ഓസിങ് തരാമോ? അത് രാവിലെ 10-11 മണിയോടെ നമ്മൾ ആരംഭിച്ചാണ് നമ്മളെ കിണറ്റിലെ ദൗത്യം. ഇപ്പോൾ രാത്രിയായി. ഇനി നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് രാത്രിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളെന്തായാലും വല കെട്ടിയിട്ടിട്ടുണ്ട്. വലയിൽ കുരുങ്ങുമ്പോൾ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസം അവർ വിളിക്കും. ആ സമയത്ത് നമുക്ക് വന്നെടുക്കാം. എന്തായാലും ഇന്നത്തെ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങിയ ദൗത്യം രാവിലെ 10-11 മണിക്ക് തുടങ്ങി രാത്രി 8-8:30ക്കാണ് നമ്മൾ ഈ സ്ഥലത്തു നിന്ന് പോകുന്നത്. ഇവിടെ ഈ കിണറ്റിൽ അറിയാം, ഒരുപാട് നമ്മളറിയാം, നമ്മളെ പ്രേക്ഷകർക്കറിയാം. നമ്മൾ കിണറ്റിലൊക്കെ പാമ്പിനെ വേറെ കിണറ്റിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം നിറയ്ക്കുക, അല്ലെങ്കിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് നിറയ്ക്കുക, ഇങ്ങനെ ഒരുപാട് ദൗത്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ 2-3 പറമ്പിന് അപ്പുറന്നൊരു കിണറ്റിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്ത് കിട്ടിയില്ല. ഒരു പ്രാവശ്യം അതേ വെളിയിൽ ഇറങ്ങി വന്നിട്ട് വീണ്ടും മാളത്തിലേക്ക് കയറി. നമ്മൾ 8:30 നമ്മൾ ദൗത്യം അവസാനിച്ച് പോയി. ഇന്ന്
7-ാം ദിവസം, അതായത് വ്യാഴാഴ്ച തുടങ്ങിയ ബുധനാഴ്ച. ഇപ്പോൾ രാവിലെ ഇവിടെ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിളിക്കുന്നുണ്ടായിരുന്നു, രാവിലെ കുരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കേട്ട് ആര് കുരുങ്ങി? ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടില്ലെന്ന്. നമ്മളെ കിണറ്റിലതിഥി. അപ്പോൾ ഞാൻ പറഞ്ഞത് വരുന്നു, ആരോടും പറയില്ലെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നോക്കിക്കേ, പഞ്ചായത്തിലുള്ള ആൾക്കാരെ മൊത്തം അന്ന് വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു, ആ ചേച്ചി ഇന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ അദ്ദേഹത്തെ മേളിലോട്ട് എടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മുഷിഞ്ഞ് അതിനകത്ത് കിടക്കും. എന്തായാലും അടിപൊളി. എന്തായാലും അത് പോയിട്ടില്ല. എന്തായാലും എടാ ചക്കരയെ, നീയാണ് നമ്മൾ ഇത്രയ്ക്ക് വെള്ളം കുടിപ്പിച്ചത്. ഒരു കുഞ്ഞു സാധനം. ഭഗവാനെ, ഞാൻ വിചാരിച്ച് വെള്ളത്തിൽ കിടക്കേണ്ടപ്പോൾ വിചാരിച്ച് ഒരു തടിമാട സാധനം ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ അറിയാലോ, വേറൊരു പ്രത്യേകത ഉള്ളത്, സൈഡ് നല്ല ഉണങ്ങിയെന്ന് പറയാൻ കാരണം എന്നറിയാം, വെള്ളത്തിൽ കിടന്നിട്ട് ഇന്നോ ഇന്നലെയോ ഒന്നും വീണതായിരിക്കാൻ സാധ്യതയില്ല. നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ കൂട്ടുകാരൻ, നമ്മുടെ ചെറുതാണ്, അത്ര വലുതല്ലാത്തതുകൊണ്ടാണ് ഈ വിലയിൽ ഇങ്ങനെ കുരുങ്ങിയത്. വലുതാണെങ്കിൽ ചെറിയ സൈസാണ് ഇതിൽ കുരുങ്ങുന്നത്, വലിയ സൈസൊക്കെ ഇതിൽ കുരുങ്ങത്തില്ല. വേണ്ട, നല്ല ടൈറ്റ്. എനിക്കൊരു 1 മാസങ്ങളായിക്കണം അദ്ദേഹം ഇതിനകത്ത് പെട്ടിട്ട്. 1 മാസം, കുറഞ്ഞ 1 മാസം ആയിക്കണം. കാരണം അറിയാമല്ലോ, നമുക്ക് 2 ആഴ്ച 3 ആഴ്ചയിൽ ഒരിക്കലൊക്കെ മതി അവർക്ക് ഫുഡ്. പുറത്താണെങ്കിൽ വലിയ ഫുഡ്, അതായത് വലിയ എലിയൊക്കെ പിടിക്കുന്ന വലിയ മറ്റ് പാമ്പുകൾ, ഇപ്പോൾ ചേരയെ പിടിക്കുന്ന മൂർക്കനാണെങ്കിലോ അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞിനെയൊക്കെ പിടിക്കുന്ന മൂർക്കനൊക്കെ ആണെങ്കിൽ 2 ആഴ്ച അല്ല 3-4 ആഴ്ച അവർക്ക് ഫുഡ് വേണ്ട. അതേസമയം കൂടുകളിൽ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് സൂവിലോ അല്ലെങ്കിൽ പൂജപ്പുര സ്നേക്ക് പാർക്കിലോ ഒക്കെ കിടന്നുണ്ട്. നല്ല ടയർഡായിട്ടുണ്ട്. ഫീമെയിലാണ്. അതിലുപരി ഫീമെയിൽ എന്നുള്ള മാത്രമല്ല, ഫുഡ് കഴിച്ചിട്ട് ശേഷം എനിക്ക് തോന്നുന്നൊരു 3 ആഴ്ചയിൽ കൂടെ ആയിക്കണം. നല്ല ഉണങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, 1 മീറ്ററിലേറെ നീളമുണ്ട്. നല്ല ടയേർഡാണ്. അതിലുപരി ഇപ്പോൾ കടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല മരണ കാരണമായി. കാരണം ഈ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് വെയിലിരിക്കുന്ന വെനം അതേപടി നല്ല എഫക്റ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ കടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെട്ടാൽ തന്നെ നമുക്ക് ചിലപ്പോൾ മുറിക്കലും, കൈ മുറിക്കലും, കടി കിട്ടിയ ഭാഗം മുറിക്കേണ്ട സാഹചര്യമൊക്കെ വരും. കണ്ടോ, 14ഓളം മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിന് ശേഷം ഭക്ഷണം തേടി, ഫുഡ് തേടി അല്ലെങ്കിൽ തവള എലിയൊക്കെ തേടി വന്ന സമയത്ത് കിണറ്റിനകത്ത് അകപ്പെട്ടു പോയി. എൻ്റെ കയ്യിലൊരു നായുടെ കടി കിട്ടിയിട്ട് ശേഷം 13 മുറിവുകളുണ്ടായിരുന്നൊരു വലിയ മുറുക്കൻ അതിൽ കിട്ടി. 10 മാസം ഫുഡ് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. 10 മാസം അത് ഒരു സാധനം കഴിച്ചില്ല. പിന്നെയാണ് എനിക്ക് സൂലെ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാറും സുരേഷ് ഒരു കാര്യം ചെയ്തു, നമ്മുടെ ട്രിപ്പിൻ്റെ ട്യൂബ് വാങ്ങിയിട്ട് കാടമുട്ടയാകുമ്പോൾ കൊഴുപ്പില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സിറിഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിട്ട് ഒരു 20 സിറിഞ്ച് വാങ്ങിച്ചിട്ട് ട്യൂബ് അണ്ണാക്കിലേക്ക് ഇറക്കിയിട്ട് സിറിഞ്ച് കൊടുക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച സിറിഞ്ച് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞൊന്ന് പിന്നെ അതൊക്കെ നല്ല മൂവ്മെൻറ്റ്സ് ആയതിനു ശേഷമാണ് അതിനെ കാട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് 2 ദിവസം ഫുഡ് കഴിക്കാതിരിക്കും, 10 ദിവസം ഫുഡ് കഴിക്കാതിരിക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മാസങ്ങൾ, ചിലപ്പോൾ 2 മാസം. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ നമുക്കറിയാം, പൂജപ്പുര സ്നേക്ക് പാർക്കിൽ പട്ടിണി കിടന്നിട്ട് രാജവമ്പല നമ്മൾ കൊണ്ടുവന്ന രാജവമ്പല, തെന്മല എന്ന് കൊണ്ടുവന്ന രാജവമ്പല 6 മാസം ഫുഡ് കഴിച്ചില്ലെന്ന് പറഞ്ഞാലും വിശ്വസിക്കും. അവസാനം ഫുഡ് കഴിക്കാതായതുകൊണ്ട് അദ്ദേഹത്തിന് പൊന്മുടി കാട്ടിലൂടെയാണ്, പൊന്മുടിയിൽ കാട്ടിൽ പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന അതിഥി പൊന്മുടി കാട്ടിലൂടെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പഠനങ്ങൾ, പഠിക്കാനുള്ള അവസരം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ പഠിക്കാൻ ആരും അനുവദിക്കില്ല. പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, നമുക്കിവിടെ അസൂയം കുശുമ്പോ എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ട് ഇതൊന്നുമില്ലാത്ത പാമ്പുകൾ മാത്രമാണ്. അവർക്ക് അസൂയം കുശുമ്പോ ഒന്നിനോടും ഇല്ല. അവർക്ക് ലോകത്തൊന്നിനോടും അസൂയോ കുശുമ്പോ ഒന്നുമില്ലാത്തൊരു ജീവിയാണ് പാമ്പുകൾ. പക്ഷേ ഇത് കണ്ട, നല്ല ടയർഡാണ്, മാസങ്ങളായി ഫുഡ് കഴിച്ചിട്ട്. ചേട്ടാ ബോട്ടിങ് കയറാമോ? അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നമ്മൾ അദ്ദേഹത്തെ ബോട്ടിലാക്കണം. കടി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്, കടി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ നമ്മളെ വലയിൽ കുരുങ്ങി അത് നമ്മളെന്തായാലും സേഫായിട്ട് 4 വയസ്സിന് മേളിൽ പ്രായമുള്ള പെണ്ണെ നമ്മൾ ബോട്ടിലാക്കി നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞു. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ഈ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി. നമസ്തേ.